സ്ത്രീകൾ കൂടുതലായി മറക്കണം. കാരണം സ്ത്രീകൾ ഒരു ദുർബല ശാരീരികമായ ദൗർബല്യം അവർക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. അപ്പോൾ അവരെ മോശം ചിന്തകൾ ഹൃദയത്തിലുള്ളവർ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ആണുങ്ങൾ നന്നായാൽ പോരെ, പെണ്ണുങ്ങളോട് ഇതിനെ മറക്കാൻ പറയുന്നു. ആണുങ്ങൾ ദുനിയാവിൽ എല്ലാ മനുഷ്യരും ഒരിക്കലും നന്നാവില്ല. എല്ലാ മനുഷ്യന്മാരും ദുനിയാവിൽ ഒരിക്കലും നന്നാവില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഒരാൾ പറയാൻ എൻ്റെ വീട്ടിലെ വാതിലൊന്നും ഞാൻ അടക്കില്ല, കക്കുന്ന കള്ളന്മാർ നന്നാവട്ടെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? എന്ത് വിഡിത്തമാണ് പറയുന്നത്? കള്ളന്മാർ ഉണ്ടാകുമോ എന്നുള്ളത് കൊണ്ടാണ് വീട് അടച്ചിടുന്നത്. എന്തുകൊണ്ടാണ് എങ്കിൽ എല്ലാ കാര്യവും ഇതുപോലെ തന്നെ പറഞ്ഞുകൂടെ? ചെറിയ കുട്ടികൾ അവരെ നമ്മൾ വീട്ടിൽ കാത്തു സൂക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു. എന്തിനു വേണ്ടി? മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ, തട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തു പോയി ശ്രദ്ധിക്കും, അല്ലേ? ശ്രദ്ധിക്കും. എന്തുകൊണ്ട്? കുട്ടികളെ അടിമപ്പെടുത്തുന്നതാണത്? അവരെ ഉപദ്രവിക്കുന്നതാണോ? ഇത് അല്ല. അവരെ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. കുട്ടികൾ നാളെ സംഘടന ഉണ്ടാക്കിയിട്ട് പറയും ജനങ്ങൾ നന്നാകട്ടെ, ഞങ്ങൾ എന്തിനും നിങ്ങൾ വീട്ടിൽ അടച്ചിടുന്നു എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ മറുപടി പറയും? എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ആഗ്രഹിക്കപ്പെടുന്ന കാര്യങ്ങൾ അവ പുറമേക്ക് കാണിക്കാതിരിക്കുക എന്നത് കേവല ബുദ്ധിയാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ മീഡിയയുടെ ഈ ആവർത്തിച്ചുള്ള വർത്തമാനങ്ങൾക്കറി ഇതൊന്നും ഒരു മനുഷ്യന് ബുദ്ധി കൊണ്ട് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യം കൂടിയല്ല. ഇതൊക്കെ സാധാരണ കോമൺ സെൻസാണ്. ഇതൊന്നും ഒരാൾ തെളിവൊക്കെ പറഞ്ഞ് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ പണ്ട് കാലത്ത് പണ്ഡിതന്മാർ ഈ പുസ്തകങ്ങളിൽ കാണാം, ഏറ്റവും പ്രയാസം ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും പ്രയാസം ഏറ്റവും എളുപ്പമുള്ള കാര്യം പറഞ്ഞു കൊടുക്കാനാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് ഒരാൾക്ക് വെള്ളം എന്താണ് എന്ന് എനിക്കൊരു നിർവചനം പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അറിയാം വെള്ളം എന്താണ്. അതേപോലെയാണ് ഇത്. സാധാ കോമൺ സെൻസാണ്, മനുഷ്യൻ്റെ ബുദ്ധിയിൽപ്പെട്ടതാണ്. ആധുനിക സമൂഹത്തിൽ ഇത് എവിടെയാണ് കൊണ്ടെത്തിച്ചത്? ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുരോഗമനമൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങൾ അങ്ങനെ തോളിട്ട് കൈയിട്ടാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇത് ആധുനിക സമൂഹം അവർ പറയും മീറ്റു, എന്നെയും പ്രയാസപ്പെടുത്തിയ ദിവസം ഓരോ പെണ്ണുങ്ങൾ വരിക. ഇത് പാടില്ല എന്നുള്ളത് കൊണ്ട്, ഇങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ടല്ലേ ഇസ്ലാം അത് വിലക്കിയത്. നീ ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയരാക്കപ്പെടാതിരിക്കാൻ ഇസ്ലാം ഇത് പറഞ്ഞത്. അള്ളാഹു ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ ഖുർആൻ എന്താ പറഞ്ഞത്? അവർ ചാരിത്രമുള്ളവരാണ് എന്ന്, അത് ശ്രദ്ധിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയപ്പെടാൻ അവർ ഈ വേഷം ധരിക്കണം. അല്ലേ? വേഷം ധരിച്ചാൽ അവർ കണ്ടാൽ മനസ്സിലാവും, സ്ത്രീകളെ കണ്ടാൽ മനസ്സിലാവും അവർ ചാരിത്രം ആഗ്രഹിക്കുന്നവരാണ്. വലായുദൈൻ, അവർ മറ്റുള്ളവരെ കൊണ്ട് അവരുടെ കൈകൾ കൊണ്ട് ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ്. അള്ളാഹു ഈ ദീനിലെ നിയമം നിശ്ചയിച്ചത് ഉപദ്രവിക്കാനല്ല, ഉപദ്രവത്തിൽ നിന്ന് തടയാനാണ്. പക്ഷേ ഇന്ന് ആളുകൾ പറഞ്ഞ് ഏതോ വസ്ത്രം ധരിക്കാനല്ല എന്തൊരു ഉപദ്രവം പോലെ ആക്കിയിട്ടുണ്ട്. പറഞ്ഞു കേട്ടാൽ മുസ്ലിങ്ങൾ എല്ലാവരും വസ്ത്രം ഊരി വെച്ചിട്ടാണ് നടക്കുന്നത്. അല്ല, പുരുഷന്മാർ വസ്ത്രം ഊരിട്ടല്ലേ നടക്കുന്നത്. ആകെ കയ്യും മുഖം അല്ലാതെ നമ്മൾ പലരുടെയും ശരീരത്തിൽ പുറത്തേക്ക് കാണുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ചില ആളുകൾ പറയും നിങ്ങൾക്ക് ഇതന്നെ ചിന്തയുള്ളൂ, ഞങ്ങളുടെ മനസ്സിലൊന്നും ഇങ്ങനത്തെ ചിന്ത ഒന്നും വരുന്നില്ല എന്ന് പറയും. മനുഷ്യരിൽ ഏറ്റവും ശുദ്ധിയുള്ള ഹൃദയം ഉണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, മാ മസ്സത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ ഇംറഅത്തിൻ ഖത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ കൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീയുടെ കയ്യിൽ സ്പർശിച്ചിട്ടില്ല. അവിടത്തേക്ക് അനുവദിക്കപ്പെടാത്ത എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിന് ശുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഈ ഇത്തരം ചിന്തകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ.